കഴിഞ്ഞ ദിവസം എല്ലാവരും ചർച്ച ചെയ്ത ഒരു വിഷയം തന്നെയാണ് ഗബ്രി ജാസ്മിൻ്റെ അടുത്ത് നിന്ന് മാറുന്നു എന്നുള്ളത്. ജാസ്മിനാണ് മാറാൻ ആദ്യം ശ്രമിച്ചത്. ജാസ്മിൻ കുറച്ച് ഗ്യാപ്പ് ഇടാൻ ശ്രമിച്ചപ്പോൾ ഗബ്രി കരഞ്ഞു വിളിച്ചുകൊണ്ട് ജാസ്മിൻ്റെ അടുത്തേക്ക് പോകുന്ന രംഗമാണ് എല്ലാവരും കണ്ടത്. ഗബ്രി എന്തിനാണ് ജാസ്മിനെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് അന്ന് എല്ലാവരും ചോദിച്ചത്. എന്നാലിപ്പോൾ ഗബ്രി മാറിയിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ബിഗ് ബോസിൻ്റെ മുറ്റത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എനിക്ക് വികാരങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രിയും അതുപോലെ റസ്മിൻ എന്ന് പറയുന്ന മറ്റൊരു മത്സരാർത്ഥിയും കൂടി സംസാരിക്കുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത്. ആദ്യം കരുതി ഗബ്രിയുടെ മടിയിൽ കിടക്കുന്നത് ജാസ്മിനാണെന്ന്, പിന്നാലെയാണ് ഇത് റസ്മിനാണെന്ന് എല്ലാവർക്കും മനസ്സിലായത്. ഇതായതോടെ ഗബ്രിയെക്കുറിച്ചുള്ള നെഗറ്റീവ് കമൻറ്റുകൾ കൂടുതലും വരാൻ തുടങ്ങി. ഒരാൾ വിട്ടാൽ അടുത്തയാളെ പിടിക്കണോ? ലവ് സ്ട്രാറ്റജി അല്ലാതെ ഒന്നും അറിയില്ലേ? ഇങ്ങനെ പെൺകുട്ടികളെ പിടിച്ച് പിറകെ നടക്കാനല്ലാതെ മറ്റെന്തെങ്കിലും ഗബ്രിക്ക് അറിയാമോ? ഇങ്ങനെ തുടങ്ങിയുള്ള കമൻറ്റുകളാണ് ഗബ്രിക്കെതിരെ വരുന്നത്. ഗബ്രിക്കെതിരെയുള്ള കടുത്ത വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നതും. നിരവധി പേരാണ് ഇപ്പോൾ ഗബ്രി ജാസ്മിൻ ആളുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംഭവിച്ച റസ്മിൻ ഗബ്രിയെക്കുറിച്ചും ചർച്ച ചെയ്യുന്നത്. റസ്മിന് ഗബ്രിയുമായി നല്ല സൗഹൃദമാണ്, അത് നേരത്തെയും അങ്ങനെ തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം കണ്ടത് അത്തരത്തിലൊരു കാര്യമല്ല എന്നും ജാസ്മിനുമായി അകന്ന് റസ്മിനോട് മനഃപൂർവ്വം അടുക്കുന്ന ഗബ്രിയാണ് ഞങ്ങൾ കണ്ടതെന്നും പറയുന്നു. ഇതെന്താ മത്സരമാണോ? ഒരു പെണ്ണ് വിട്ടാൽ അടുത്ത പെണ്ണിൻ്റെ അടുത്ത് അടുപ്പം കാണിക്കുന്നത് അത്ര നല്ല കാര്യമല്ല, അത് പ്രേക്ഷകരുടെ ഇടയിൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല. ഇതൊക്കെ പുറത്ത് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ തെറ്റാണ് എന്നാണ് പറയുന്നത്. ഇത് പുതിയ തലമുറയ്ക്ക് പോലും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. അത്രമാത്രം ഹെയ്റ്റാണ് ഗബ്രിയും ജാസ്മിനും ഒക്കെ പുറത്തുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവർ അകത്ത് കാണിക്കുന്നതൊക്കെ ഇവർക്ക് വോട്ടായി തിരിച്ചു കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെ ആകില്ല എന്ന് തന്നെയാണ് നിരവധി പേർ ഉറപ്പിച്ച് പറയുന്നത്. കഴിഞ്ഞ ദിവസം ജാസ്മിനെ മതിയായി എന്നും ഇപ്പോൾ ഗബ്രി ഇത റസ്മിനെ മടിയിൽ പിടിച്ച് കിടത്തിയിരിക്കുകയാണെന്നും ഇതൊക്കെ എന്ത് പോക്കാണെന്ന് മനസ്സിലാകുന്നില്ല തരത്തിലുള്ള വാർത്തകളൊക്കെ ഇപ്പം പുറത്തു വരുന്നുണ്ട്. ഗബ്രിയെക്കുറിച്ചാണ് വിമർശനമായി ഇപ്പോൾ നിരവധി പേർ സംസാരിക്കുന്നത്. ഇതോടെ തന്നെ ഗബ്രി ജാസ്മിൻ വിഷയം അവസാനിച്ചതോടെ ഗബ്രി പുതിയ ആളെ കണ്ടുപിടിച്ചു എന്നും ഗബ്രി ഇപ്പോൾ റസ്മിൻ്റെ പുറകെയാണെന്നും നിരവധി പേർ കംപ്ലൈൻറ്റുമായി വരികയാണ്. എന്തായാലും ഗബ്രിക്ക് ഒരാൾ വേണമെന്നും ഒറ്റയ്ക്ക് കളിക്കാനാകില്ല എന്നും പറയുന്നു. ബിഗ് ബോസ് ജാസ്മിനോടാണ് ആദ്യം ചോദിച്ചത് ഒറ്റയ്ക്ക് കളിക്കാനാകില്ലേ എന്ന്. എന്നാൽ ജാസ്മിനല്ല, ഗബ്രിക്കാണ് ഒറ്റയ്ക്ക് കളിക്കാനാകാത്തതെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു. നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും. അതോടൊപ്പം തന്നെ ഗബ്രിയെക്കുറിച്ചും ജാസ്മിനെക്കുറിച്ചുള്ള വിഷയം കടന്നു കഴിഞ്ഞ് ഇപ്പോൾ റസ്മിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. റസ്മിൻ എന്ത് സംഭവിച്ചും ഇത് നടത്തിക്കില്ല എന്നും റസ്മിൻ ജാസ്മിനെ പോലെ അല്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നതെന്നും പറയുന്നു. വളരെ കാര്യപ്രാപ്തിയോടെ സംസാരിക്കുന്ന ഒരു കുട്ടിയാണ് റസ്മിൻ എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എന്നാൽ റസ്മിൻ ഇങ്ങനെ പ്രതികരിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഒരു സൗഹൃദത്തിൻ്റെ വലയിൽ നിൽക്കുകയാണ് റസ്മിൻ. ജാസ്മിൻ്റെ അടുത്ത് അതിരുവിട്ടതുപോലെ ഗബ്രിക്ക് ഒരിക്കലും റസ്മിൻ്റെ അടുത്ത് പെരുമാറാൻ സാധിക്കില്ല. അതാണ് ഞങ്ങളുടെ വിശ്വാസവും. അതുകൊണ്ട് തന്നെ ഇത്തരം ഞങ്ങൾ കണ്ട കാര്യങ്ങളൊന്നും ഇനി റസ്മിൻ്റെ അടുത്ത് നടക്കില്ല എന്നും ഗബ്രി ഇപ്പോൾ തിരഞ്ഞെടുത്ത ആൾ തെറ്റിപ്പോയി എന്നും ഇപ്പോൾ സൗഹൃദമാണെന്ന് നിലച്ചാണ് റസ്മിൻ അങ്ങനെ പെരുമാറുന്നതെന്നും പറയുന്നു. എന്നാൽ ഗബ്രിയുടെ എന്തെങ്കിലും അടവും കൊണ്ട് റസ്മിൻ്റെ അടുത്ത് പോയാൽ കണി അറിയാൻ പറ്റുമെന്നും ജാസ്മിൻ അല്ല എല്ലാ പെൺകുട്ടികളുമെന്നും പറയുകയാണ് നിരവധി പേർ. ഗബ്രിക്കെതിരെയാണ് ഇപ്പോൾ കടുത്ത വിമർശനം വരുന്നത്. ജാസ്മിൻ പോയപ്പോഴേക്കും ജാസ്മിൻ്റെ പകരക്കാരിയെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗബ്രി എന്നാണ് നിരവധി പേർ പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.